എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ കനകാംബരത്തെ പറ്റിയിട്ടാണ്. മുല്ലയെപ്പോലെ തന്നെ ആവശ്യവും മൂല്യവും അഴകും ഒക്കെ ഒത്തിണങ്ങിയിട്ടുള്ള ഒരു പുഷ്പമാണ് കനകാംബരം എന്ന് പറയുന്നത്. ഒരേപോലെ പൊക്കം വയ്ക്കുന്ന ഒരു സസ്യമാണിത്. 3-5 ഇതളുകളിൽ കാണപ്പെടുന്നതാണ് ഇതിൻ്റെ പൂക്കൾ. അന്തരീക്ഷ ഊഷ്മാവ് 30 മുതൽ 35 ഡിഗ്രി വരെയാണ് ഇതിൻ്റെ വളർച്ചയ്ക്കും പൂക്കളുടെ നല്ല നിറത്തിനും ഏറ്റവും അനുകൂലമായിട്ടുള്ളത്. മഞ്ഞ, ഓറഞ്ച്, ലൂട്ടിയ മഞ്ഞ, സെബാക്കുലസ് റെഡ് ഉള്ള നിറങ്ങളിലാണ് പ്രധാനമായിട്ടും കനകാംബരം കാണുന്നത്. മണമില്ലെങ്കിലും നല്ല നിറം പ്രദാനം ചെയ്യുന്ന ഒരു സസ്യമാണ് കനകാംബരം എന്ന് പറയുന്നത്. ക്ഷേത്രാവശ്യങ്ങൾക്കും മുല്ലയോടൊപ്പവും അല്ലാതെയും കോർത്ത് മുടിയിൽ ചൂടാനുമാണ് കനകാംബരം വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നത്. സംസ്കൃതത്തിലും ഹിന്ദിയിലും കന്നഡയിലും സ്വർണ്ണ നിറമുള്ള വസ്ത്രം എന്ന അർത്ഥത്തിൽ കനകാംബര എന്നും തമിഴിലും മലയാളത്തിലൊക്കെ കനകാംബരം എന്നാണ് ഇതിനെ വിളിക്കപ്പെടുന്നത്. മഞ്ഞക്കുറിഞ്ഞി എന്നും ഇതിനൊരു പേരുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷിൽ ട്രോപ്പിക്കൽ ഫ്ലെയിം എന്നാണിത് അറിയപ്പെടുന്നത്. ഇതിന് ഫയർ ക്രാക്കർ പൂവ് എന്ന ഒരു അപരനാമം കൂടിയിട്ടുണ്ട്. ഗോവയുടെ സംസ്ഥാന പുഷ്പമാണ് കനകാംബരം. ഇതിനവിടെ വിളിച്ചു വരുന്നത് അബോളി എന്നാണ്. മഹാരാഷ്ട്രയിലും ഇതേ പേര് തന്നെയാണ് കനകാംബരം അറിയപ്പെടുന്നത്. ഏതാണ്ട് 50-ലേറെ ഇനങ്ങളിൽപ്പെട്ട കനകാംബരങ്ങൾ കണ്ടുവരുന്നുണ്ട്. ആഫ്രിക്ക, ഏഷ്യ എന്നീ വൻകരങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കനകാംബരം കൃഷി ചെയ്തു വരുന്നുണ്ട്. 2-3 തരത്തിലാണ് പ്രധാനമായും കനകാംബരം കണ്ടുവരുന്നത്. വളരെ ഡാർക്ക് പച്ചത്തണ്ടും അതുപോലെ തന്നെ ഇത്തിരി ഡാർക്കായിട്ടുള്ള പച്ച ഇലകളുള്ള കനകാംബര ഇനാണ് കൃഷിക്കായിട്ട് വ്യാപകമായിട്ട് നട്ടു വളർത്തുന്നത്. ഇത് 3 മാസമാകുമ്പോൾ തന്നെ നിറയെ ശാഖകൾ വിരിയുകയും നിറയെ പൂക്കുറ്റികളും അതായത് പൂവിൻ്റെ മുട്ടുകളും പൂക്കളൊക്കെ വിരിയുകയും ചെയ്യുന്നു. വെള്ള കലർന്ന പച്ച തണ്ടുകളും പച്ച ഇലകളുമുള്ള കനകാംബര ഇനത്തിൻ്റെ പൂക്കൾക്ക് നല്ല നിറമായിരിക്കും. കടുത്ത ഓറഞ്ച് നിറത്തിൽ പൂക്കൾ വിരിയുന്ന ഡൽഹി എന്ന ഇനമാണ് കൃഷിക്കാർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. തമിഴ്നാട്ടിൽ വ്യാപകമായിട്ട് തലയിൽ ചൂടാനും അമ്പലങ്ങളിലൊക്കെ മാല കോർക്കാനുമായിട്ട് കനകാംബരം ഉപയോഗിച്ച് വരുന്നുണ്ട്. തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ദേശീയ കാർഷിക വകുപ്പിൻ്റെ സഹായത്തോടെയാണ് ഇവ വ്യാപകമായിട്ട് കൃഷി ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ പുരയിടങ്ങളിൽ നമുക്ക് വെച്ച് പിടിപ്പിച്ച് വന്നിരുന്ന കനകാംബരം വിത്തിലൂടെയും കമ്പുകൾ മുറിച്ച് നട്ടുമൊക്കെയാണ് നമ്മൾ വളർത്തിയെടുക്കാറുള്ളത്. എൻ്റെ കയ്യിലുള്ള ഈ തൈകൾ ഞാൻ അങ്ങനെ തന്നെ വിത്ത് കൊണ്ടുവന്ന് മുളപ്പിച്ചിട്ടാണ് നട്ടിട്ടുള്ളത്. ചെടികളൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ പൂക്കൾ ഉണ്ടായി തുടങ്ങുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മുഴുവൻ നനയും വളമൊക്കെ നൽകിയാൽ വർഷം മുഴുവനും ഇതിൽ നിന്ന് ധാരാളം പൂക്കൾ ഇങ്ങനെ ഉണ്ടാകും. മഴക്കാലത്ത് പൂക്കൾ പൊതുവെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഇത് നാടൻ ഇനത്തിൽപ്പെട്ട കനകാംബരമാണ്. അപ്പോൾ ഇതിൽ ധാരാളം പൂക്കളുണ്ടായിരുന്നു. ഇപ്പോൾ അതിങ്ങനെ ഒരു സീസൺ കഴിഞ്ഞ് പൂക്കളിങ്ങനെ കുറഞ്ഞ് നിൽക്കുകയാണ്. എങ്കിലും ഇതിൽ എപ്പോഴും നമുക്ക് പൂക്കളിങ്ങനെ തന്നുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ നല്ല പ്രതിരോധ ശക്തിയുള്ള ചെടിയാണ് കനകാംബരം എന്ന് പറയുന്നത്. എന്നാലും ചിലപ്പോൾ ചില ചെടികൾക്ക് രോഗങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ചില കീടങ്ങളും ചിലപ്പോൾ അതിനൊക്കെ ആക്രമിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ കനകാംബരത്തെയും ഇത്തരത്തിലുള്ള ചില കീടബാധകൾ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ അവയെ സംരക്ഷിക്കാൻ സാധാരണ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്ന ജൈവ കീടനാശിനികൾ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇല ചുരുളൽ, അതുപോലെ തന്നെ വേര് ചീയൽ, വാറ്റരോഗം എന്നിവയുള്ളവയാണ് പ്രധാനമായിട്ടും ഈ കനകാംബരത്തെ ബാധിക്കാറുള്ളത്. വെള്ളീച്ചകളിലും അതുപോലെ തന്നെ ഉള്ള കീടങ്ങളും പ്രധാനമായിട്ട് ഇതിൽ കണ്ടുവരാറുണ്ട്. തടത്തിൽ കൂടുതൽ വെള്ളം നമ്മളെപ്പോഴും കെട്ടി നിർത്താത്ത ഒരു സാഹചര്യം ഉണ്ടാവണം. നമ്മൾ ചട്ടിയിലൊക്കെയാണ് നടുന്നതെങ്കിൽ വെള്ളം അതിൻ്റെ കടയ്ക്ക് കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതുപോലെ തന്നെ നമ്മൾ അത് കൃത്യമായിട്ടുള്ള ഒരു വെയിൽ ഒരുപാട് അതിനാവശ്യമില്ല. അപ്പോൾ നമ്മളൊരു അല്പം വെയിൽ കുറവുള്ള ഒരു തണലിലേക്ക്, ഒരുപാട് തണലിലേക്കല്ല, അല്പം തണൽ, അതായത് ഡയറക്റ്റ് സൺസൈഡ് തട്ടാത്ത രീതിയിൽ നമ്മൾ ഈ ചെടി നടാൻ ശ്രമിക്കണം. അപ്പം നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റാവുന്നതാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമ്മുടെ പണ്ട് പൂന്തോട്ടങ്ങളിലൊക്കെ സജീവമായിട്ട് കണ്ടുവന്നിരുന്നത് തന്നെയാണ്. ഇപ്പോഴും നമ്മളുടെ അവിടെയൊക്കെ ധാരാളം ആൾക്കാർ വെച്ച് പിടിപ്പിക്കുന്ന ഒരു ചെടിയാണ് കനകാംബരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ നല്ല രീതിയിൽ വളർത്താൻ പറ്റും. പൂന്തോട്ടത്തിനൊരു അലങ്കാരം മാത്രമല്ല, പൂവ് ഉപയോഗിക്കാനും കൂടി, അതായത് തലയിൽ ചൂടാനും മറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കുന്നു എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പൂന്തോട്ടത്തിൽ ഈ ചെടി വളരെ നമുക്ക് ലാൻഡ്സ്കേപ്പൊക്കെ ആയിട്ട് ഒരു ഭാഗത്ത് പൂന്തോട്ടത്തിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നൊരു ചെടി കൂടിയാണ്. അപ്പോൾ അതിൽ ധാരാളം പൂക്കൾ എപ്പോഴും ഉണ്ടാകുമ്പോൾ അത് കാണാൻ ഒരു പ്രത്യേക ചന്തം തന്നെയാണ്. അപ്പോൾ കനകാംബരത്തെ പറ്റി നിങ്ങൾക്ക് അറിവുള്ള വിശേഷങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റിലൊന്ന് പറയാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക്